നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. യുവ അമേരിക്കക്കാരിൽ ഭൂരിഭാഗവും ഇസ്രായേലിനെ അവസാനിപ്പിച്ച് ഭരണം ഹമാസിനെ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് സർവേ ഫലം. ന്യൂയോർക്ക് പോസ്റ്റാണ് ഹാർവാർഡ് ഹാരിസ് പോളിംഗ് നടത്തിയ സർവേ ഫലം പ്രസിദ്ധീകരിച്ചത്. സർവേയിൽ പങ്കെടുത്ത 18 മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ള അമേരിക്കക്കാരിൽ 51% അഭിപ്രായപ്പെട്ടത് ഇസ്രായേലിനെ അവസാനിപ്പിച്ച് ഭരണം പാലസ്തീനികൾക്ക് ഹമാസിന് നൽകാനാണ്. 32% ആളുകൾ ദ്വിരാഷ്ട്ര ഫോർമുലയാണ് പരിഹാരമെന്ന് അഭിപ്രായപ്പെട്ടു. 17% ആളുകൾ ഫലസ്തീൻ ജനതയെ അറബ് രാഷ്ട്രങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. 65 വയസ്സിന് മുകളിലുള്ളവർ 4% ആളുകൾ മാത്രമാണ് ഇസ്രായേലിനെ അവസാനിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത്. എന്നാൽ യുവതലമുറയിൽ ഭൂരിപക്ഷവും ഹമാസിനെയാണ് പിന്തുണച്ചത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം അടിച്ചമർത്തപ്പെട്ട പാലസ്തീനികളുടെ പ്രതികരണമെന്ന നിലയിലാണ് കാണേണ്ടതെന്ന് യുവ അമേരിക്കക്കാർ അഭിപ്രായപ്പെട്ടു. ഇസ്രായേലിലെ ജൂതന്മാരെ വംശഹത്യ നടത്താൻ ഹമാസ് ആഗ്രഹിക്കുന്നുവെന്ന് 18-24 പ്രായപരിധിയിലെ 58% ആളുകൾ പറഞ്ഞു. ഗസയ്ക്കെതിരെ ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണോ അതോ സ്വയം പ്രതിരോധിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ 18-24 വയസ്സ് പ്രായമുള്ള 60% പേരും അഭിപ്രായപ്പെട്ടത് ഇസ്രായേൽ വംശഹത്യ നടത്തുകയാണ് എന്നതാണ്. ഇസ്രായേൽ മർദ്ദകരാണെന്നാണ് ഇതേ പ്രായപരിധിയിലുള്ള 73% പേരും പറയുന്നത്. അതേസമയം ഗാസ മുൻപിന് വടക്കുള്ള ജബാലിയ പട്ടണത്തിലെയും ദെയർ എല്ലിയയിലെയും സിവിലിയൻ വീടുകളെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണ പരമ്പരയിൽ 36 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. പ്രാദേശിക സ്രോതസ്സുകൾ പ്രകാരം ഗാസയുടെ മധ്യപ്രവിശ്യയിലെ ബലാഖ് അഭയാർത്ഥി ക്യാമ്പിലാണ് വ്യോമാക്രമണം നടന്നത്. കഴിഞ്ഞ 72 ദിവസത്തിനുള്ളിൽ ഇതുവരെ 19,000 ഫലസ്തീനികളുടെ ദാരുണമായ കൊലപാതകത്തിന് ഇരയായി. അവരിൽ ഭൂരിഭാഗവും 8,000 കുട്ടികൾ ഉൾപ്പെടെ നിരപരാധികളായ സാധാരണക്കാരാണ്. ആക്രമണം ഗാസയിലെ ജനസംഖ്യയുടെ 80%-ലധികം ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതായും റിപ്പോർട്ട്. നന്ദി, നമസ്കാരം.